ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. അപ്പോൾ ഇന്നും പതിവ് പോലെ എനിക്ക് കുറച്ച് എക്സ്പീരിയൻസുകൾ കിട്ടിയ കഥ, അത് വർക്ക് ലൈഫിൽ തന്നെ എക്സ്പീരിയൻസ് കിട്ടിയ കഥ തന്നെ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ ഇത്തവണ ഡോക്ടേഴ്സ് അല്ല, നേഴ്സുമാർ തന്നെയാണ്. അതായത് ഒരു കൊച്ച് പഠിച്ച് തുടക്കത്തിൽ കയറുമ്പോഴത്തേനും ഈ നേഴ്സുമാർ, ഈ സീനിയർ സ്റ്റാഫ്മാർ, അവർക്ക് അവരുടെ സീനിയേഴ്സ് എന്താണോ അനുഭവം കൊടുത്തത് അത് തന്നെ എടുത്തിട്ട് അലക്കും. അങ്ങനത്തെ പരിപാടിയാണ് എനിക്കും കിട്ടിയത്. ഞാൻ ആദ്യമായിട്ട് കയറിയത് ലേബർ റൂമിലാട്ടോ. അപ്പോൾ ആദ്യം അവർ വിചാരിച്ചു എനിക്ക് തിയറി അറിയില്ല, ഞാനവിടെ നിൽക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് എന്നെ കയറ്റിയത്. പക്ഷേ അവരുടെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിൽക്കുകയും ചെയ്തു. കാരണം ഞാൻ തിയറി നല്ല പക്കയായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പ്രാക്ടിക്കലിൽ ഫസ്റ്റ് ടൈമാണ് അവിടുത്തെ എക്സ്പീരിയൻസ് കിട്ടിയത്. പക്ഷേ അവിടെ നല്ല സ്റ്റാഫുകളും ഉണ്ടായിരുന്നു, നമ്മളെ നല്ലോണം കെയർ ചെയ്യുന്ന സ്റ്റാഫുകളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതുപോലെ എന്താ പറയുക, ഒരു കാരണമില്ലാണ്ട് നമ്മളിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കില്ലേ, അങ്ങനത്തെ സ്റ്റാഫുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ചിലവർക്കൊക്കെ മാലാഖയുടെ പേരും കുട്ടിപ്പിശാശിൻ്റെ സ്വഭാവമുള്ള സീനിയർ സ്റ്റാഫ്മാർ അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റാഫ്മാർ കാരണം ഞാൻ എല്ലാ ദിവസവും ഈ ഒരു വൺ ഇയറേ ഞാൻ അവിടെ നിന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു 1 ഇയർ ഞാനവിടെ നിന്നിട്ടുണ്ടെങ്കിലും 1 ഇയർ ഫുൾ വീട്ടിൽ വന്നിരുന്ന് കരച്ചിലായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞിട്ട്. കാരണം ഇവരുടെ ആ ഒരു ടോർച്ചറിങ് സഹിക്കാൻ പറ്റുന്നില്ല. ഇമോഷണലി ആൻഡ് മെൻ്റലി ഭയങ്കര ടോർച്ചറിങ് ആണ്. എന്ത് പറഞ്ഞാലും നമ്മളെ ടോർച്ചർ ചെയ്യുക. പിന്നെ പുതിയതായിട്ട് ഒരു ഗ്രൂപ്പിലോട്ട് എൻ്റർ ചെയ്യുമ്പോഴത്തേനും അവർക്കൊരു അൺകംഫർട്ടബിൾ ആയിരിക്കുമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് ഭയങ്കരമായിട്ട് മാറ്റി നിർത്തിയിട്ട് കുറ്റം പറയുക, അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളും. നമ്മൾ ഈ ഫ്രഷേഴ്സായിട്ട് വരുന്ന ഒരാൾക്കാരാണല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന്, അതും ഇന്നസെൻസിൽ നിന്ന് ലൈഫിലോട്ട് കിടക്കുന്ന ആ ഒരു ഫേസ്, അപ്പോൾ നമുക്കും പെട്ടെന്ന് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് കാര്യം പറയും, ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇങ്ങനെയാണ്. അപ്പോൾ എന്നോട് പറയും, നീ അവിടെ പിടിച്ച് നിൽക്കുക, നമ്മുടെ കുടുംബത്തിന് ഇപ്പോൾ നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട്, ഫാമിലിയിലാണെങ്കിലും ഫിനാൻഷ്യലി ബാക്കുമാണ്, അതുപോലെ തന്നെ നിനക്കൊരു ജോലിയും ആവശ്യമാണ്, അപ്പോൾ നീ അവിടെ പിടിച്ച് നിൽക്കുക എന്ന് പറയും. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ആ ഒരു സമയം വരെയാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ ഇത്രയും ഭയങ്കര ഇൻസൾട്ട് ആ സ്റ്റാഫിൻ്റെ എന്ന് ഫേസ് ചെയ്തേ പിന്നെ ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ്, എത്ര നല്ല ഹോസ്പിറ്റലായാലും എത്ര ഒരു ഇത് തന്നാലും ഇനി ഞാനിവിടെ നിൽക്കില്ല എന്നുള്ളത്. അപ്പോൾ പോകാൻ നേരത്തെ എന്നോട് അവിടുത്തെ നഴ്സിംഗ് സൂപ്രണ്ടൻ്റ് പറഞ്ഞിരുന്നു എന്നോട്, നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചതല്ലേ, നിനക്കിവിടെ നിന്നൂടെ, നിനക്കൊന്ന് റീതിങ്ക് ചെയ്തുകൂടെ എന്ന്. പക്ഷെ ഞാൻ അന്നും ഇവരോടൊന്നും പറയാത്തൊരു കാര്യമുണ്ട്. കാരണം ഇങ്ങനെയുള്ള സീനിയർ സ്റ്റാഫ്മാരുണ്ടെങ്കിൽ ആർക്കായാലും അവിടെ നിന്ന് ഇറങ്ങി പോരാൻ തോന്നും. അപ്പോൾ അത് തന്നെ ഞാനും ചെയ്തോളൂ. എനിക്ക് വർക്കിനേക്കാൾ വലുത് എൻ്റെ സെൽഫ് റെസ്പെക്റ്റാണ്. ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ ഞാനൊരു ബിഗിനറായിരുന്നു ആ സമയത്ത്, അപ്പോൾ എനിക്ക് പഠിപ്പിച്ച് തരിക, മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീണ്ടും പഠിപ്പിച്ച് തരിക. കാരണം അതൊരു നോർമൽ വാർഡല്ല, അതൊരു ലേബർ റൂമാണ്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ ഇപ്പോൾ ഇൻ കേസ് തിയറി അറിയാമെങ്കിലും അവിടുത്തെ ആ ഒരു സിറ്റുവേഷൻ, ഒരു ലേബർ പ്രോസസ്സ് നടക്കുമ്പോഴത്തേനും അവിടെ ഒരു എന്താ പറയുക, യുദ്ധക്കളം പോലെയാണ്. ഓരോരുത്തർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാൻ പോലും സമയമില്ല. അവരുടെ ഡ്യൂട്ടി ചെയ്ത് പോകണം. നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റില്ല എന്തൊക്കെ സംഭവിക്കും കാര്യങ്ങളൊന്നും. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് ധൈര്യം തരേണ്ടതിന് പകരം നമ്മളെ ഭയങ്കര ഡൗൺ ആക്കുന്ന ഒരു സീനിയർ സ്റ്റാഫിനെ എനിക്ക് കിട്ടിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരാളായിരുന്നു അതെന്ന് എനിക്ക് തോന്നുന്നു. ആ ആൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേരും, പക്ഷെ അല്ലാത്ത നല്ല ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ നമ്മുടെ വർക്കിംഗ് സിറ്റുവേഷനിൽ നിന്ന് പോകാൻ ഭയങ്കര പാടാണ്. അത്യാവശ്യം നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് എങ്കിൽ നല്ല കൂളായിട്ട് വർക്ക് ചെയ്യാം. ഞാനീ പറഞ്ഞൊരു സീനിയർ സ്റ്റാഫ്, അതായത് എനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഈ സ്റ്റാഫിന് അത്ര ഇതൊന്നും ആയിരുന്നില്ല. അത് അവരുടെ വർത്തമാനങ്ങളിൽ നിന്ന് മനസ്സിലാവും. പിന്നെ ഈ ഒരു സ്റ്റാഫ് വരാതിരിക്കുന്ന ആ ഒരു സമയത്ത് സത്യം പറഞ്ഞാലോ എല്ലാവരും നല്ല ഹാപ്പിയാണ്, സമാധാനത്തോടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ പലപ്പോഴും ഞാൻ ആൾക്കാർ പറയണത് കേട്ടിട്ടുണ്ട്, ഓ ആ സ്റ്റാഫ് ഇന്നില്ല, നമുക്കിന്ന് ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മെൻ്റൽ ട്രോമാസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് വന്ന് വർക്കിംഗ് സിറ്റുവേഷനിൽ തീർക്കരുത്. കാരണം ഞങ്ങൾ നിങ്ങളെപ്പോലെ മനുഷ്യരാണ്, അതുപോലെ നിങ്ങളെപ്പോലെ തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ച് വന്ന ആൾക്കാരാണ് ഞങ്ങളും. അപ്പോൾ എന്തേലും അറിയില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക, വീണ്ടും പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഈസി ആയിട്ട് പോവുക. അല്ലാതെ നിങ്ങൾക്കുള്ള ദേഷ്യം നിങ്ങൾ സീനിയറാണെന്ന് വെച്ചിട്ട് ആ ജൂനിയർ വരുന്ന കുട്ടികളുടെ മേത്ത് തീർക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ ആരാണ് എന്താണെന്നൊക്കെ ഉള്ള ക്ലൂസൊക്കെ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. കാരണം ഞാൻ അത്രയും അങ്ങോട്ട് എന്ത് ഹേർട്ടിങ്സ് വന്നാലും ഞാൻ മാറി പോകുന്ന ആളായിരുന്നു ഇത്ര നാളും.
പക്ഷേ ഇതൊക്കെ ഓവർ ലിമിറ്റഡ് ആണ്. എൻ്റെ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാം തുറന്ന് പറയും. അതിപ്പോൾ സാധാരണ ഞാൻ എൻ്റെ വീട്ടിലാണ് എല്ലാം തുറന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ ആ പരിപാടി നിർത്തി. ഇപ്പോൾ നിങ്ങളുടെ അടുത്താണ് എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ബൈ.